ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു മൊമെന്റിൽ തന്നെ അയാൾ നമുക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ പറയും, ഞാൻ ഇപ്പൊ നിന്നെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളൂ, ഞാൻ ഇപ്പൊ നിന്നെ പറ്റി വിചാരിച്ചിട്ടുള്ളൂ, അപ്പത്തിനും നീ വിളിച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ പല ആളുകളും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതൊരു കോയിൻസിഡൻസ് ആണ് എന്നുള്ള രീതിയിലാണ്. ചില ആളുകളുടെ ലൈഫിലൊക്കെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നടക്കാറുമുണ്ട്. സെയിം പേഴ്സണിൽ നിന്ന് തന്നെ ഇപ്പോൾ 3, 4, 5 തവണയൊക്കെ പല സിറ്റുവേഷൻസ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ അയാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പം തന്നെ ആൾ വിളിക്കുന്നു അല്ലെങ്കിൽ അപ്പം തന്നെ ആൾ മെസ്സേജ് അയക്കുന്നു, ഈ ഒരു കാര്യം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഡീപ്പായിട്ടുള്ള മെന്റൽ കണക്ഷൻ ആണെന്നാണ്. നമ്മൾ ഈ ടെലിപതി കണക്ഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അതന്നെ സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളും ഒരു പേഴ്സണും തമ്മിൽ ടെലിപതി കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ്. അപ്പൊ ഇതിലെ ഫസ്റ്റ് പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ, യു തിങ്ക് അബൌട്ട് ദം ആൻഡ് ദേ കോണ്ടാക്ട് യു. അതായത് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അത് മേ ബി നമ്മുടെ പാർട്ട്ണർ ആവാം, നമ്മുടെ സിബ്ലിങ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൽ ഒരാളാവാം, ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ അവരെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടെലിപതി കണക്ഷൻ നമുക്ക് അയാളുമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം അവർ നമ്മളെ കുറിച്ചും ചിന്തിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ നമ്മൾ ആരെങ്കിലുമൊക്കെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുമ്പോൾ നമുക്കൊന്ന് വിളിക്കണം തോന്നും. അങ്ങനെയാണ് നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അയാൾ നമ്മളെ വിളിക്കുന്നത്. ഈ രീതിയിലാണ് സൈക്കോളജി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരാളുമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ടെലിപതി കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴൊക്കെ അയാളെ കുറിച്ച് ചിന്തിക്കുന്നോ ആ ഒരു സമയത്ത് അയാൾക്ക് നമ്മളെ ഓർമ്മ വരും. ഓർമ്മ വന്നു കഴിഞ്ഞാൽ എന്താണ്, തിരിച്ചും അയാൾക്കും നമ്മളോടത്ത് ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവർ നമ്മളെ വിളിക്കുന്നു അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് അവരുടെ ഇമോഷൻസിനെ, അതായത് നമ്മൾ ഡീപ്പായിട്ട് ടെലിപതി കണക്ഷൻ ഉള്ള ആളുകളുടെ ഇമോഷൻസിനെ നമുക്ക് അവർ പറയാതെ തന്നെ ഫീൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ അമ്മമാരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായിക വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, അപ്പൊ നമ്മൾ ഓൾറെഡി ടെൻഷനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, മോനെ നീ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ രീതിയിൽ എനിക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരുവിധം പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ അമ്മമാർക്ക് നമുക്ക് എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് സെൻസ് ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൈക്കോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ടെലിപതി കണക്ഷൻ ആണെന്ന് പറയാം. അതായത് അമ്മമാർക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവർക്കത് സെൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതുപോലെ അമ്മമാർക്ക് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും നമ്മുടെ സിബ്ലിങ്സ് ആണെങ്കിലും ഒക്കെ അവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇപ്പോൾ നമ്മൾ ടച്ചിലില്ലാത്ത ആളുകൾ, അതായത് ഇപ്പം ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഡെയിലി വിളിക്കുന്ന ആളുകളൊന്നും ആവില്ലല്ലോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും. പക്ഷെ നമ്മൾ അത്രയും ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ആരുടെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുന്ന ആ ഒരു കറക്റ്റ് ടൈമിൽ വിളിക്കുന്ന ചില ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടും ആ ഒരു ടെലിപതി കണക്ഷനും കൊണ്ടാണെന്നാണ് സൈക്കോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, സേയിങ് ദ സെയിം തിങ് ഇൻ സെയിം ടൈം. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഒപ്പീനിയൻ പറയാനുള്ള ഒരു ചാൻസ് വരുന്ന സമയത്ത് നമ്മളും അതേപോലെ തന്നെ നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു പേഴ്സണും നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ വേർഡ് പറയുക അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ പറയാൻ വേണ്ടി തുടങ്ങുക. ഇതും ഒരു കൈൻഡ് ഓഫ് ടെലിപതി കണക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ തോട്ട്സ് തമ്മിൽ കണക്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരേ ഒപ്പീനിയൻസും അതേപോലെ തന്നെ ഒരേ വേർഡ്സ് ഒക്കെ സെയിം ടൈമിൽ വരുന്നത്. ഇനി നാലാമത്തെ കാര്യം, സ്ട്രോങ് ഡ്രീം അബൌട്ട് ദം. അതായത് നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ സ്വപ്നം കാണുകയാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില പാരൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ അബ്രോഡൊക്കെ ഉള്ള അല്ലെങ്കിൽ നമ്മളടുത്ത് നിന്ന് കുറച്ച് ദൂരെ പോയി ജോലി ചെയ്യുന്ന മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പാരൻസ് ഇങ്ങനെ അവർ വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട്ണർ ആണെങ്കിൽ പോലും അവർ വരുന്നതായിട്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ കാണുന്നതായിട്ടും അല്ലെങ്കിൽ അവരുടെ പ്രസൻസോ നമ്മൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ഡേയ്സിനുള്ളിൽ മേ ബി അവർ സർപ്രൈസ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ
ഇതുപോലെ അവർ പെട്ടെന്ന് വരികയോ അങ്ങനത്തെ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മളുടെ ലൈഫിൽ നടക്കാറുണ്ട്. ശരിക്കും അതും ഒരു കൈൻഡ് ഓഫ് ടെലിപതി കണക്ഷൻ ആണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് ആ ഒരു പേഴ്സൺ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കാണാനുള്ള ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ വരികയാണ്. അപ്പൊ ആ സമയത്ത് അതും നമ്മളുടെ കണക്ട് ആയിട്ടിരിക്കുന്ന ആ ഒരു പേഴ്സണ് കിട്ടും എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്കും അത്രയും ഡീപ്പായിട്ട് കിട്ടുന്നത്, അത് അവർക്ക് കണക്ട് ആവുന്നത് അതുകൊണ്ടാണ്. ഇനി 5ാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സഡൻ മൂഡ് ചേഞ്ചസ് വെൻ വി തിങ്കിങ് അബൌട്ട് ദം. നമ്മൾ അവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു അയ്യോ അവർക്ക് എന്തോ പറ്റി, അങ്ങനത്തെ ഫീലിങ്സ് ചില ആളുകൾക്ക് വരാറുണ്ട്. ഇത് നമുക്ക് എപ്പോഴൊന്നും വരാറില്ല, വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ടെലിപതി കണക്ഷൻ ആണെന്നാണ് നമ്മുടെ സൈക്കോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം നമ്മൾ അയാളെ കുറിച്ച് അത്രയും കൺസേൺഡ് ആയിട്ടിരിക്കുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ലൈഫിൽ സംഭവിക്കുമ്പോൾ അത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള അവരുടെ ഇമോഷണൽ ഷിഫ്റ്റ് പോലും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ആണ്, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടാണ് നമ്മളും ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണും തമ്മിലുള്ളത് എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടെലിപതി കണക്ഷൻ എന്ന് പറയുന്നത് എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, അതായത് ഇപ്പൊ നമുക്ക് ഈ 6th സെൻസ് എന്നൊക്കെ പറയില്ലേ, ലൈക്ക് അങ്ങനത്തെ ഒരു സാധനമൊന്നും അല്ല കേട്ടോ. അതായത് നമുക്കിങ്ങനെ സ്മരിക്കുമ്പോൾ അവരെ അവിടെ നിന്ന് ഫീൽ ചെയ്യുന്നു, അങ്ങനെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം ഇതിലില്ല. ഇത് കംപ്ലീറ്റ്ലി 2 മനസ്സുകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷനിൽ നിന്നും ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് കണക്ഷനാണ്. അല്ലാതെ ഇതിനൊരിക്കലും നിങ്ങൾ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ആണെന്നോ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ കണക്ഷൻ ആണെന്നോ ഒന്നും വിചാരിക്കരുത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.